മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ പബ്ലിക് എക്സാമൊക്കെ ആയിക്കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നിട്ടും വിളിച്ചിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ്. എക്സാമിന് നന്നായിട്ട് പ്രാർത്ഥിക്കണം സാറേ, നന്നായി ദുആ ചെയ്യണം. അതല്ലെങ്കിൽ എക്സാം പേടിയെക്കുറിച്ച്, പരീക്ഷാ പേടിയെക്കുറിച്ച് പറയാറുണ്ട്. പലപ്പോഴും അത് കുറച്ചൊക്കെ പഠിക്കാതെ തന്നെ പോയിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാകുന്ന ടെൻഷൻ കൊണ്ടുമായിരിക്കാം. ചിലരൊന്നും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറില്ല. നിങ്ങൾ ഒരു കാര്യം കുട്ടികളെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അതായത് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് റോബോട്ട്സും AI ഒക്കെ വാഴുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് ഡോറ് തുറന്നു തരിക ചെയ്യുക. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സെൻസർ വന്നിട്ട് തന്നെ ഡോർ ഓപ്പൺ ആവും, ഗ്ലാസിൻ്റെ ഡോറ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ടെക്നോളജി കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ റോബോട്ട്സൊക്കെ സർജറി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാലമാണ്. ഓരോ മേഖലയിലും AI വലിയ സാങ്കേതിക വിദ്യ കുതിച്ചുചാട്ടുണ്ടായിട്ടുള്ള കാലത്ത് എല്ലാ പ്രൊഫഷനിലും ഏറ്റവും ബെസ്റ്റായിട്ട് തിളങ്ങുന്നവരൊക്കെയാണ് ഇനിയുള്ള കാലം സ്വന്തമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മടി വരുന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പാടെ പഠിച്ച് കയറ്റൻ്റെ തലേന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ജസ്റ്റ് പാസ് കൊണ്ട് നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല. നിങ്ങൾ മെഡിക്കൽ ഫീൽഡോ എഞ്ചിനീയറിംഗ് ഫീൽഡോ ടെക്നോളജിയോ ഡിസൈനിങ്ങോ ടീച്ചിങ്ങോ എവിടെയാണ് പോകുന്നതെങ്കിലും ആ കരിയറിൽ ബെസ്റ്റായിട്ട് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ അധ്വാനിക്കുന്ന എല്ലാം നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. വേറെ ആരും നിങ്ങളെ പുഷ് ചെയ്യാൻ വേണ്ടി വരില്ല. മറ്റ് പാരൻസും ടീച്ചേഴ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒപ്പം സ്മാർട്ട് വർക്കും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് സ്റ്റുഡൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക്